ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് ഞങ്ങൾക്കുണ്ടായ അനുഭവം കേട്ടാൽ നിങ്ങൾ എല്ലാവരും ഞെട്ടും. അതുപോലെ ഞാൻ ലിറ്ററലി പൊട്ടിക്കരഞ്ഞു പോയി. ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഭക്തി എല്ലാം കൂടെ ഉണർന്നു. ഹലോ, നമസ്കാരം. ഇത് കുഞ്ഞിയുടെ അമ്മയാണ്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് കുറെ കാലമായി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം ഞങ്ങൾക്കുണ്ടായ അനുഭവം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്ന് ഞാൻ കുറെ കാലമായി ആഗ്രഹിക്കുന്നു. ഇന്നാണ് അതിനൊരു സൗകര്യം എത്തത്. കഴിഞ്ഞ വർഷം, അതായത് 2025 ഫെബ്രുവരി 28-നാണ് ഞാൻ ആദ്യമായി എൻ്റെ ജീവിതത്തിൽ ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് പോകുന്നത്. ശരിക്കും കുറേ കാലമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, എങ്കിലും അതിലേക്ക് എത്തിപ്പെടാനോ അല്ലെങ്കിൽ അങ്ങനെ തൊഴാൻ പോകണമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും നമുക്ക് കുറെ കാലമായിട്ട് പല പല കാര്യങ്ങൾ, പല പല തടസ്സങ്ങൾ മൂലം അത് നടക്കാതെയായി. നമ്മൾ പറയുമല്ലോ, ഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മൾ അങ്ങോട്ട് വരണമെന്ന് ഭഗവാൻ എപ്പോഴും ആഗ്രഹിക്കുന്നോ അന്നേരം മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് പറയുമല്ലോ. മേ ബി അതായിരിക്കാം. കുട്ടിക്കാലം തൊട്ട് ഞങ്ങൾ പെൺകുട്ടികൾ മാത്രമായിട്ട് ജീവിച്ചത് കൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ അങ്ങനെ കൊണ്ടുപോകാൻ ഞങ്ങളുടെ അച്ഛനൊക്കെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിരുന്നു. അപ്പൊ അവർക്ക് അവരുടെ ലീവും ബുദ്ധിമുട്ടും ഒക്കെ കാരണം അവർക്ക് നമ്മളെ ഇതുവരെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. അപ്പൊ എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് ഗുരുവായൂർ പോകണമെന്നുള്ളത്. ഞങ്ങളുടെ വിവാഹശേഷം ഭർത്താക്കന്മാരോടൊപ്പം തന്നെ പോകണമെന്ന് കുറെ വട്ടം ആഗ്രഹിച്ചു. പക്ഷെ അതൊന്നും നടന്നില്ല. പലവട്ടമായിട്ട് പല കാരണങ്ങളായിട്ട് അത് നീണ്ടു പോയി. പിന്നെ എന്റെ ജോലിയുടെ ലീവില്ലാത്ത പ്രശ്നങ്ങൾ, അതിന്റെ കൂട്ടത്തില് ഇതും ഒരു പോസ്റ്റ്പോൺ ചെയ്ത് പോയൊരു സംഭവമായിരുന്നു. അപ്പം നെക്സ്റ്റ് ഇയറിൽ 2025 ഹസ്ബൻഡ് ലീവിന് വരുമ്പോൾ ഉറപ്പായിട്ടും ഗുരുവായൂർ സന്ദർശിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പട്ടി വന്ന് കുറുകെ ചാടിയിട്ട് ഞാൻ എൻ്റെ 2 വീലറിന് വീണ് എൻ്റെ കൈ ഒടിഞ്ഞത്. അതായത് എൻ്റെ വലത് കൈ ഒരു ഭാഗം ഒടിഞ്ഞിട്ട് ഞാൻ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നു. ആ സമയത്ത് ഹസ്ബൻഡ് നാട്ടിൽ വന്നപ്പം എനിക്ക് സിക്ക് ലീവായി. അങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഞങ്ങള് ഹസ്ബൻഡിന് നേർച്ചയുണ്ട്. ഒരു ദിവസം മുഴുവൻ ഗുരുവായൂർ അമ്പലത്തിൽ സ്പെൻഡ് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ഒരു നേർച്ചയുണ്ട്. അപ്പൊ അദ്ദേഹം പോകാനായിട്ട് പ്ലാൻ ചെയ്തു. അപ്പം എന്നെ സംബന്ധിച്ച് ഈ ഒടിഞ്ഞ കൈ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. അതല്ലാതെ എനിക്ക് എൻ്റെ കാലിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ കാലിനൊക്കെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് എനിക്ക് ഒരുപാട് സമയം പോയി ക്യൂ നിൽക്കുക, അല്ലെങ്കിൽ കുറെ സമയം നമ്മൾ ഈ തള്ളിനിടയിൽ കയറുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ പ്രശ്നമുള്ള ഒരു കാര്യമാണ്. കാരണം എനിക്ക് കാലിനൊരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ എനിക്ക് കുറെ സമയം നിൽക്കുക, കുറെ തള്ളിലും ഒക്കെ കയറുകയെന്ന് വെച്ചാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നമുക്ക് ഗുരുവായൂർ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല. കാരണം കൈ ഓൾറെഡി ഒടിഞ്ഞിരിക്കുകയാണ്, അത് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. പോരാത്തതിന് എൻ്റെ അല്ലാതെയുള്ള ഫിസിക്കൽ കണ്ടീഷൻസ് വെച്ചിട്ട് ഈ സാഹചര്യത്തിൽ പോവാന്ന് വെച്ചാൽ അതൊരു നടക്കുന്ന കാര്യമില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം അതിനൊരു സ്റ്റെപ്പ് എടുത്തു. അദ്ദേഹം ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു, ഞങ്ങൾക്ക് അവിടെ താമസിക്കാനുള്ള ഹോട്ടല് ബുക്ക് ചെയ്തു, എല്ലാം റെഡിയാക്കി. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, എനിക്ക് ഈ സാഹചര്യത്തിൽ വരാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഹിന്ദുസ് പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ പീരീഡ്സ് ആയിരിക്കുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രസ്സുകളോ മറ്റു സാധനങ്ങളോ ഒക്കെ നമ്മൾ ഒന്നെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നമ്മളത് ക്ഷേത്രങ്ങളിലേക്ക് യൂസ് ചെയ്യാറില്ല, അല്ലെങ്കിൽ നന്നായി വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. പക്ഷെ എനിക്ക് പീരീഡ്സ് ആയ സമയത്ത് എൻ്റെ കയ്യിൽ പ്ലാസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്ലാസ്റ്ററുമായിട്ട് തന്നെയാണ് ഞാൻ നടക്കുന്നത് മൊത്തം. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര വിഷമം. പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോവാന്ന് വെച്ചാലും നമ്മളുടെ മൈൻഡിലൊരിത്, നമ്മള് പീരീഡ്സ് ആയ സമയത്തൊക്കെ നമ്മൾ തൊട്ടതൊക്കെ അല്ലേ ഈ കൈ, ഇതുമായിട്ട് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഞാൻ ഓർത്തു ഞാൻ വരുന്നില്ല എന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷെ നമ്മൾ ഓൾറെഡി ടിക്കറ്റും ഹോട്ടലും എല്ലാം നമ്മൾ ബുക്ക് ചെയ്ത് റെഡി ആക്കി വെച്ചിരുന്നു. അപ്പം ഞങ്ങള് ഗുരുവായൂർ പോകുന്നതിന്റെ തലേന്ന് എനിക്ക് ചെക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടറെ അടുത്ത് പോയപ്പം ഡോക്ടർ അപ്രതീക്ഷിതമായിട്ട് പറയാണ്, എനിക്ക് നിന്റെ കയ്യിൽ എന്താണ്, നീരുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കണം, അതുകൊണ്ട് ഈ പ്ലാസ്റ്റർ കട്ട് ചെയ്ത് മാറ്റിയിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. പ്ലാസ്റ്റർ കട്ട് ചെയ്ത് മാറ്റാന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റർ കളഞ്ഞൂലോ. അപ്പൊ ഓക്കെ, ഞാൻ പറഞ്ഞു ശരി എങ്കില്. അപ്പൊ ഡോക്ടർ കട്ട് ചെയ്തു. എനിക്ക് എക്സ്റേ ഒക്കെ ഉണ്ടായിരുന്നു. ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞു, നല്ല എഡിമയൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് പ്ലാസ്റ്റർ ഒന്നും കൂടി ഇടാം എന്ന് പറഞ്ഞിട്ട് പുതിയ പ്ലാസ്റ്റർ അദ്ദേഹം അന്നിടുകയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായി. ആ അഴുക്കായ പ്ലാസ്റ്റർ മാറ്റിയല്ലോ, ഇനിയിപ്പോ എനിക്ക് ക്ഷേത്രത്തിൽ പോവാൻ ഓക്കെ ആണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഞങ്ങൾ വേഗം എല്ലാം റെഡിയാക്കി. അപ്പം ഞങ്ങൾ പോകുന്നത് ഫെബ്രുവരി 28-നാണ്. ഫെബ്രുവരി 26-ന് നമ്മുടെ ശിവരാത്രിയാണ്.
അപ്പം ശിവരാത്രി എന്റെ നാട്ടിലൊരു ശിവക്ഷേത്രമുണ്ട്. പക്ഷെ അവിടെ പാതിരാത്രിക്കൊക്കെ പൂജയുണ്ട്, രാത്രി ഉറങ്ങാതെയുള്ള ഉറക്കളച്ചുള്ള പൂജകളൊക്കെ ഉണ്ട്. പക്ഷെ ആ പൂജകൾക്കൊന്നും ഞാൻ ഇതുവരെ പങ്കെടുത്തിട്ടില്ല. കാരണം നമ്മള് വർക്കും മറ്റു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിറ്റേ ദിവസം നമുക്ക് ജോലിക്ക് പോകണം, ഇങ്ങനെയൊക്കെ ഇഷ്യൂ ഉണ്ട്. അതുപോലെ രാത്രിയിൽ നമ്മൾ പോയാൽ നമ്മളെ കൊണ്ടുവരാനും നമ്മൾ ഒറ്റയ്ക്ക് പോയി വരാനും ഒക്കെ പെൺകുട്ടികൾ മാത്രം ഉള്ളതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ പേരൻസ് അങ്ങനെ വിട്ടിട്ടില്ലാത്തത് കൊണ്ടും എനിക്ക് ഭയങ്കര ഇതായിരുന്നു. അപ്പൊ ആ വർഷം ഹസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങള് അമ്പലത്തില് ഈ ഒടിഞ്ഞ കൈയൊക്കെ ആയിട്ടാണെങ്കിലും ക്ഷേത്രത്തിൽ പോയിട്ട് അന്ന് ആ പാതിരാത്രിയില് ആ രാത്രിയിലത്തെ പൂജയൊക്കെ കണ്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ക്ഷേത്രത്തിൽ അത്രയും സമയം സ്പെൻഡ് ചെയ്തു. അപ്പൊ അന്ന് ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. അപ്പൊ പിറ്റേ ദിവസമാണ് ഞങ്ങൾ പോകുന്നത്, പിറ്റേ ദിവസമാണ് ട്രെയിന്. അപ്പൊ ഞങ്ങൾ അങ്ങനെ പിറ്റേ ദിവസത്തെ ട്രെയിനിൽ ഞങ്ങൾ ഗുരുവായൂർ എത്തി. ഗുരുവായൂർ വെളുപ്പിനെ ഞങ്ങൾ എത്തി. വെളുപ്പിനെ എത്തിയപ്പം വെളുപ്പിനെ തന്നെ ഞങ്ങൾക്ക് കയറി തൊഴണം. അപ്പൊ എന്റെ മനസ്സിൽ മൊത്തം ഉണ്ടായിരുന്നത് ഭയങ്കര ക്യൂ ആയിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഒന്നാമതേ കാല് വയ്യ, അതിന്റെ കൂടെ ഈ കൈയും. അതിന്റെ കൂടെ ഞങ്ങൾ കുറച്ച് ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഗുരുവായൂർ വളരെ സ്ട്രിക്റ്റ് ആണ്, അതായത് കൂടുതൽ എല്ലാം ചെക്ക് ചെയ്ത് മാത്രമാണ് അവരകത്തേക്ക് ആളിനെ കയറ്റി വിടുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ട് ചെന്നാൽ അവർ കയറ്റി വിടുമെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ പിന്നെ കൊടിമര ചോട്ടിൽ നിന്ന് തൊഴുതിട്ട് പോരാ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഇനി അവിടെ വരെ നമ്മൾ ഇവിടുന്ന് ഇത്രയും എന്റെ വീട്ടിൽ നിന്ന് 5-5.5-6 മണിക്കൂർ ട്രാവൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഗുരുവായൂർ എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്ത് ഇത്രയും കൊതിച്ച് ഇത്ര എക്സ്പെക്ടേഷനിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോ ഇനി കയറ്റി വിട്ടില്ലെങ്കിൽ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര വിഷമമാവും. അപ്പൊ അങ്ങനെ ഭയങ്കര ചിന്താഗതികൾ, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല, അവരെന്നെ കയറ്റി വിടുമോന്ന് അറിയില്ല. അത് പോരാത്തതിന് തെള്ളാണെങ്കിൽ ആൾക്കാരുടെ തിക്കും തിരക്കാണെങ്കിൽ ഞാൻ എങ്ങനെ കേറും, എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടല്ലോ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ മകളുണ്ട്, അവൾക്ക് 3 വയസ്സേ ഉള്ളൂ, അവളും ഒക്കെ ആയിട്ട് ഞങ്ങൾ എങ്ങനെ പോകും, പ്രായമുള്ള എന്റെ അമ്മയുണ്ട്. അപ്പൊ ഞങ്ങനെ കുറെ ടെൻഷൻസിലൂടെയാണ് ഞാൻ അന്നത്തെ ദിവസം അവിടേക്ക് എത്തുന്നത്. പക്ഷെ അപ്രതീക്ഷിതം എന്ന് പറയട്ടെ, നിങ്ങളൊന്നും പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഞാൻ എപ്പോഴും ഗുരുവായൂരെ ക്യൂ ഒക്കെ 100% ഫില്ലായിട്ടാണ് എപ്പോഴും ഇരിക്കുന്നത് കാണുന്നത്. പക്ഷെ അന്നേ ദിവസം ഞങ്ങൾ വെളുപ്പിന് 3:10 ഞങ്ങൾ ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് എത്തുമ്പോ ഞങ്ങൾ കയറുന്നത് ക്യൂവിന്റെ ഫസ്റ്റ് ക്യൂവിലാണ് ഞങ്ങൾ കയറുന്നത്. ബാക്കി ക്യൂ എല്ലാം എംപ്റ്റി ആയിട്ട് കിടക്കാണ്, ഒരു ക്യൂവില് പോലും ഒരാള് പോലും ഇല്ല. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്ന് വെച്ചാൽ ജീവിതത്തിൽ നമുക്ക് അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് തന്നെ അറിയില്ല. അവിടെ കയറുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, നമ്മൾ നോർമൽ ക്യൂവിലാണ് കയറിയത്. 10 മിനിറ്റ് ഞങ്ങൾ ആ ക്യൂവിൽ നിന്നുള്ളൂ. 10 മിനിറ്റ് ആ ക്യൂവിൽ ഇരിക്കേണ്ട സമയമായുള്ളൂ. അപ്പത്തേക്കിന് ഞങ്ങളെ തൊഴാനായിട്ട് കയറ്റി വിട്ടു. എനിക്ക് ഭയങ്കര സന്തോഷമായെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമായി. കാരണം ഇത്രയും നമ്മൾ ആഗ്രഹിച്ചതിലപ്പുറമാണ് സംഭവിക്കുന്നത്. ഞങ്ങൾ അവിടെ ചെന്നു, തൊഴുതു, കണ്ണനെയൊക്കെ കണ്ടു. അപ്പൊ എന്റെ കുഞ്ഞ് അവള് ഭയങ്കരമായിട്ട് വാശി പിടിക്കുകയാണ്. അവൾ അവിടെ ചെന്നപ്പോ തൊട്ട് പല സ്ഥലങ്ങളിലും മയിൽപീലി കണ്ടു. അപ്പൊ ഈ മയിൽപീലി കണ്ടിട്ട് ആൾക്ക് മയിൽപീലി വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയണം, അമ്മേ എനിക്ക് മയിൽപീലി വാങ്ങിത്താന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കാം. അപ്പം വെളുപ്പിനെയാണ്, നമ്മൾ 3 മണിക്കാണ് എത്തിയത്. അപ്പൊ അവിടെ കടകളൊന്നും തുറന്നിട്ടില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു പിന്നെ വാങ്ങിത്തരാം എന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ പിണങ്ങിയിട്ടൊക്കെ നടക്കാണ്. എന്നെ ആരും വിളിക്കണ്ട, എന്നെ തൊടണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആള് ഭയങ്കര പിണങ്ങിയിട്ട് ഞങ്ങളെ ഒന്നും മൈൻഡ് ചെയ്യാതെ ആള് ഫ്രണ്ടിൽ നടക്കുക, ഭയങ്കര ദേഷ്യം വിഷമം ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക. ഞങ്ങൾ പിന്നെ വാങ്ങിത്തരാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അന്നത്തെ ദിവസം മോർണിംഗ് അവിടെ തൊഴുതതിന് ശേഷം മമ്മിയൂരൊക്കെ പോയി തൊഴുത് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ വന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ 2 ദിവസമായിട്ട് ഉറങ്ങാത്തതിന് ക്ഷീണം ഞങ്ങൾ ഉറങ്ങി എല്ലാം തീർത്തതിന് ശേഷം ഞങ്ങൾ നെക്സ്റ്റ് ഈവനിങ് ഞങ്ങൾ വീണ്ടും അമ്പലത്തിലേക്ക് പോവാണ്. അപ്പൊ ഞങ്ങളൊരു വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനാണ് വീണ്ടും വൈകുന്നേരം തൊഴാനായിട്ട് ക്ഷേത്രത്തിൽ എത്തുന്നത്. അപ്പോഴും ആ മോൾ ഇങ്ങനെ പറയുന്നുണ്ട്, അവൾക്ക് മയിൽപീലി വാങ്ങിത്തരണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു നമുക്ക് തൊഴുതിട്ട് വന്നിട്ട് അപ്പത്തേക്ക് കടകളൊക്കെ ഉണ്ടല്ലോ, 4 മണിയല്ലേ ആയുള്ളൂ വൈകുന്നേരം. അപ്പൊ വീണ്ടും അല്ലെങ്കിൽ നമ്മൾ മയിൽപീലി കയ്യിൽ കൊണ്ട് നടക്കണ്ടേ, പിന്നെ വാങ്ങിത്തരാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും കുട്ടി ഇങ്ങനെ വാശി പിടിക്കുകയാണ്, എനിക്ക് വാങ്ങിത്തരണം എന്ന് പറഞ്ഞിട്ട് ആള് വാശി പിടിക്കുന്നു, കരയുന്നു, ഞങ്ങളെ ഇങ്ങനെ പിച്ചുന്നുള്ളൂ ഒക്കെ ചെയ്തിരുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴും നമ്മള് പിന്നെ വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ക്യൂവിൽ കയറി. പക്ഷെ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാല് ഭയങ്കര ക്യൂ ആയിരുന്നു. അതായത് ഞങ്ങൾ 4 മണിക്ക് ക്യൂവിൽ കയറിയിട്ട് ഞങ്ങൾ തൊഴുന്നത് രാത്രിയില് 8 മണിക്കാണ്. 8-8:30 സമയത്താണ് ഞങ്ങൾ അകത്ത് കയറുന്നത്. അപ്പം അകത്ത് കയറി തൊഴുതു ഭയങ്കര സന്തോഷമായിട്ട് ഞങ്ങളെ തൊഴുതു. കാരണം നമ്മൾ രാവിലെ കാണുന്ന കൃഷ്ണനിൽ നിന്ന് വൈകുന്നേരം കാണുന്ന കൃഷ്ണനിലേക്ക് ഭയങ്കര ഒരു
വ്യത്യാസമുണ്ട്, ഒരു ഭംഗിയുണ്ട്. വൈകുന്നേരം കാണുന്ന ഗുരുവായൂർ ക്ഷേത്രവും രാവിലെ കാണുന്ന ഗുരുവായൂർ ക്ഷേത്രവും തമ്മിൽ ഭയങ്കര ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന് തൊഴുതതിന് ശേഷം ഞങ്ങള് പുറത്തിറങ്ങി ഞങ്ങള് തൊഴുതതിന് ശേഷം അന്ന് അവിടെ നല്ല തിക്കും തിരക്കുമാണ്. അപ്പൊ ഞങ്ങള് തൊഴുതതിന് ശേഷം അപ്പോഴും മോൾ ഇങ്ങനെ വാശി പിടിക്കുന്നുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ ആൾ ഉച്ചത്തിൽ ബഹളം ഉണ്ടാക്കുമൊന്നുമല്ല, നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ട് അമ്മ എനിക്ക് മയിൽപ്പീലി വാങ്ങിത്ത. കാരണം നമ്മൾ നടയുടെ ഉള്ളിൽ കയറിയപ്പോഴും അവിടെ ഇവിടെയൊക്കെ കുറെ മയിൽപ്പീലികളൊക്കെ കണ്ടപ്പോഴൊക്കെ ആൾക്ക് മയിൽപ്പീലി വേണം എന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ വഴക്കുണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നുണ്ട് പിന്നെ വാങ്ങിത്തരാം, നമ്മൾ ഇവിടുന്ന് പുറത്തിറങ്ങട്ടെ, നമ്മൾ വാങ്ങിത്തരാം എന്ന് പറയുന്നുണ്ടെങ്കിൽ കുഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എനിക്ക് മയിൽപ്പീലി വേണം അമ്മയെ വാങ്ങിച്ചതാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ക്ഷേത്രത്തിനുള്ളിലാണ്. അപ്പം ഞങ്ങൾ തൊഴുതതിന് ശേഷം അവിടുത്തെ കൊടിമര ചുവട്ടിൽ വന്ന് ഇവളിങ്ങനെ കുറച്ചു നേരം അവിടുത്തെ മഞ്ചാടിക്കുരു വെച്ചിരിക്കുന്നതിലൊക്കെ പോയി കളിക്കുകയൊക്കെ ചെയ്തു. ആള് രാവിലെ വന്നപ്പോഴും മഞ്ചാടിക്കുരുവിലൊക്കെ കളിച്ചു, ഈവനിങ് വന്നപ്പോഴും അവള് മഞ്ചാടിക്കുരുവിലൊക്കെ കളിച്ചു. കുറേ സമയം അതിലൊക്കെ കളിച്ച് സ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് നടയിൽ ദീപാരാധനയായിട്ട് എന്തോ പൂജ കഴിഞ്ഞിട്ട് നട തുറക്കുകയാണ്. അപ്പം പെട്ടെന്ന് മണി ശബ്ദമൊക്കെ ഉയർന്നു. അപ്പൊ എല്ലാവരും നടയിലേക്ക് തൊഴാൻ വേണ്ടിയിട്ട് ഓടി ആ കൊടിമര ചോട്ടിലേക്ക് പോയി. അപ്പൊ ഞങ്ങളും വേഗം കൊടിമര ചോട്ടിലേക്ക് പോയി. അപ്പൊ കൊടിമര ചോട്ടിന്റെ മുന്നിലായിട്ട് ഒരു ഹ്യൂജ് ക്രൗഡായി. ഹ്യൂജ് ക്രൗഡ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ തമ്മിൽ ഇങ്ങനെ തള്ളി നിൽക്കുകയാണ്, അതുപോലത്തെ ക്രൗഡായി. അപ്പം ഞാൻ ഒന്നാമത് എന്റെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ ക്രൗഡിനിടയിൽ നിൽക്കുകയാണ്. അപ്പം കുഞ്ഞിനെ അമ്മ എടുത്തു, കാരണം ഭയങ്കര തിക്കും തിരക്കായി. അപ്പൊ അവളെ കുഞ്ഞിനെ അമ്മ എടുത്തിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ തൊഴുത കൊടിമര ചുവട്ടിൽ അകത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഭയങ്കര ഹ്യൂജ് ക്രൗഡ് എന്ന് പറഞ്ഞാല് ഗുരുവായൂരിലെ തിരക്കറിയാലോ. അപ്പം ഇങ്ങനെ ഒരു പൂജ നടഞ്ഞ് നട തുറക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ അതുപോലെ ക്രൗഡാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നട തുറന്ന് ഇങ്ങനെ തൊഴുതുകൊണ്ട് ഞാനിങ്ങനെ മുമ്പിലേക്ക് നോക്കി തൊഴുതുകൊണ്ട് നിൽക്കുന്നു. അപ്പൊ എന്റെ ബാക്കിലായിട്ടാണ് കുഞ്ഞും അമ്മയും നിൽക്കുന്നത്. അപ്പൊ ഞാൻ തൊഴുതുകൊണ്ട് നിന്ന് നടയിലെ പൂജ കഴിഞ്ഞ് ഞാനിങ്ങനെ ഇവരെ തിരിച്ചു നോക്കുമ്പോൾ കുഞ്ഞിനെ അമ്മ എടുത്തിരിക്കുന്നു. അതിന്റെ നടുവിലായിട്ട് ഒരു മയിൽപ്പീലി ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് അമ്മ ഇവളെ എടുത്തേക്കുന്നു, ഇവളുടെ അമ്മയുടെയും കൂടെ ഇടയിലായിട്ട് ഒരു മയിൽപ്പീലി ഇങ്ങനെ നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഞാൻ ഇവിടെ ഞെട്ടിപ്പോ ഞാൻ അമ്മ ഇത് എവിടുന്ന് ഈ മയിൽപ്പീലി? അപ്പൊ അമ്മ പറഞ്ഞു അറിയത്തില്ല, പെട്ടെന്ന് ഒരാള് പുറകിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഞങ്ങളുടെ ഇടയിലോട്ട് കുത്തി വെച്ചിട്ട് പോയി, ആരാന്ന് കണ്ടില്ല. ഞങ്ങള് എന്ന് വെച്ചാൽ ഭയങ്കര തിക്കും തിരക്കുമാണ്. പുറകിൽ നിൽക്കുന്ന ആളെ നമുക്ക് തിരിഞ്ഞു വെക്കാൻ പറ്റില്ല, അതുപോലത്തെ തള്ളാണ്. അമ്മേനോട് പറഞ്ഞു ഇതുപോലെ ആരോ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിട്ട് പോയി, ആരാന്ന് കണ്ടില്ല എന്ന് പറഞ്ഞു. ശരിക്കും ആ നിമിഷം എന്ന് വെച്ചാൽ ദീപാരാധനയുടെ മണി മുഴങ്ങുന്ന ആ സമയത്ത് സംഭവിച്ചാണിത്. ശരിക്കും ആ നിമിഷം എന്ന് പറഞ്ഞാല് ഞാൻ ഞെട്ടിത്തെറിച്ചു പോയി. ഞാൻ വളരെ ശക്തമായിട്ട് ഭഗവാനെ ഉറക്കെ വിളിച്ച് ഞാൻ കരഞ്ഞു അവിടെ നിന്നിട്ട്. കാരണം ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല. കുഞ്ഞ് കുറേ രാവിലെ തൊട്ട് അവള് പറയുന്നുണ്ട് അവൾക്ക് മയിൽപ്പീലി വേണം എന്നുള്ളത്. അപ്പൊ നമ്മൾ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോഴാണ് ആൾ ഈ പറയുന്നത് മൊത്തം. അപ്പൊ ആള് പിണങ്ങി വാശി പിടിച്ച് അങ്ങനെയൊക്കെ നിൽക്കാണ്. അപ്പം ഞാൻ കുഞ്ഞിനോട് പറയുന്നുണ്ട് പിന്നെ വാങ്ങിത്തരാന്ന് പറയുന്നുണ്ടെങ്കിൽ, പക്ഷെ ഭഗവാൻ അത് തിരിച്ചറിഞ്ഞിട്ടാണോ അറിയില്ല, ആ കുഞ്ഞിന്റെ കൈകളിലേക്ക് ആ മയിൽപ്പീലി കൃത്യമായിട്ട് എത്തിച്ചു കൊടുത്തു. ഞങ്ങള് എന്താ പറയണ്ടേന്ന് അറിയില്ല, അത്രയ്ക്ക് നമ്മൾ മെസ്മറൈസ്ഡ് ആയിപ്പോയി. നമ്മുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് തന്നെ നമുക്കറിയില്ല. ഇതൊരു അത്ഭുതമാണോ, അത് ശരിക്കും ഒരാൾ അവൾക്ക് കൊടുത്തതാണോ എന്താണെന്നറിയില്ല, ഒരു റിയാലിറ്റി ആണോ, നമുക്കിത് ആ നിമിഷം എന്താ സംഭവിച്ചോന്ന് അറിയില്ല. ഒരാള് വന്ന് അവളുടെ കയ്യിൽ അത് കൊടുത്തിട്ട് പോകാനായിട്ടുള്ളൊരു ഗ്യാപ്പില്ല. കാരണം നമ്മൾ നിൽക്കുന്നതിന് അപ്പുറം ഇപ്പുറമായിട്ട് നിറയെ ആളുകൾ കൂടി നിൽക്കുകയാണ്. ഇതിനിടയിലാണ് ഇത് സംഭവിച്ചത്. സത്യത്തിൽ ഇത് ആരെങ്കിലും അവൾക്ക് കൊടുത്തതാണോ ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ കൊടുത്തതാണെങ്കിൽ നമ്മൾക്കത് ഭഗവാൻ കൊടുത്തതായിട്ട് തന്നെ കണക്കാക്കാനാണ് നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ആഗ്രഹം. അതുപോലെ തന്നെ ഞങ്ങൾ ഈ മയിൽപ്പീലിയായിട്ട് ഞങ്ങൾക്ക് ആ സമയത്തുണ്ടായ സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയാവുന്നതിനപ്പുറമായിരുന്നു. ഞാനും എൻ്റെ അമ്മയും കൂടെ അവിടെ നിന്ന് ഭഗവാനെ വിളിച്ച് ഒരുപാട് കരഞ്ഞു. എൻ്റെ കണ്ണിൽ കൂടെ ഒക്കെ നിറഞ്ഞൊഴുകുകയാണ്. അപ്പൊ കുഞ്ഞ് വളരെ സന്തോഷത്തിൽ അവള് തുള്ളിച്ചാടുകയാണ്. അവൾക്ക് മയിൽപ്പീലി കിട്ടി എന്ന് പറഞ്ഞിട്ട് അവള് തുള്ളിച്ചാടുകയാണ്. അവളുടെ ഹാപ്പിനെസ് എന്ന് വെച്ചാൽ ഭയങ്കര ഇതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ പല വീഡിയോസിലും പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മള് കൊച്ചു കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം ഗുരുവായൂർ ചെന്ന് പറഞ്ഞാൽ അത് ഉറപ്പായിട്ടും ഭഗവാൻ അത് സാധിച്ചു കൊടുക്കുമെന്ന് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ ലൈഫിൽ റിയൽ ആയിട്ട് സംഭവിച്ചപ്പോൾ
അത് ശരിക്കും ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. അത്ഭുതം എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. ആ മയിൽപ്പീലി ഞങ്ങള് തിരിച്ച് നാട്ടിലേക്ക് പോരുമ്പോൾ അതൊരു പേപ്പറിലൊക്കെ പൊതിഞ്ഞ് അത് നല്ല സുരക്ഷിതമായിട്ട് ഞാൻ എൻ്റെ കയ്യിൽ തന്നെ അത് പിടിച്ച്, എൻ്റെ അമ്മ പറഞ്ഞ് ബാഗിൽ വെച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ബാഗിൽ വെച്ചാൽ അത് ഒടിഞ്ഞു പോകും. അതുകൊണ്ട് അത് കയ്യിൽ തന്നെ വെച്ച് അത് ഞാൻ വളരെ സുരക്ഷിതമായിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ കൊളീഗ്സിനോടും എൻ്റെ റിലേറ്റീവ്സിനോടും എല്ലാവരോടും ഈ കഥ പറയുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവാണ്. കാരണം നമുക്ക് അങ്ങനെ ഒരു ഗുരുവായൂർ അമ്പലത്തിലെത്തി ഒരുപാട് പേർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സ്വന്തം ലൈഫിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഇത് ശരിയാണല്ലോ ഭഗവാനെ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഗുരുവായൂരപ്പന്റെ കുറേയധികം പേജുകളിൽ ഞാൻ ഇതുപോലെ ആൾക്കാർ ഓരോരോ അനുഭവങ്ങൾ ഷെയർ ചെയ്തതിനടിയിൽ ഞാൻ ഇത് കമന്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. കാരണം ആ നടയിൽ നിൽക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് അത് ആഗ്രഹിച്ചപ്പോൾ അവൾ അതിന് വാശി പിടിച്ചപ്പോ നിങ്ങൾ ചിന്തിക്കും ചിലപ്പോ കുഞ്ഞ് വാശി പിടിക്കുന്നത് കേട്ടിട്ട് വേറൊരാൾ കൊടുത്താ. അവള് അങ്ങനെ ഉച്ചത്തിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുമൊന്നല്ല. നമ്മുടെ അടുത്ത് അമ്മ എനിക്ക് വാങ്ങിത്താ, അമ്മമ്മ എനിക്ക് വാങ്ങിത്താ എന്ന് പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ വെളുപ്പിന് ഞങ്ങൾ 3 മണിക്ക് തൊഴാൻ പോയപ്പോഴേ തൊട്ട ആള് പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പോകുന്നത് ഈവനിങ് ആണ്. ഈവനിങ് ഞങ്ങൾ തൊഴാൻ കയറുന്നത് രാത്രി 8:30 ആയപ്പോഴാണ് ഞങ്ങൾ തൊഴാൻ കയറുന്നത്. ആക്ച്വലി ഞങ്ങൾ തൊഴുതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ഫുൾ അവിടുത്തെ രാത്രിയിലത്തെ പൂജകൾ കണ്ട് ആ സേവയൊക്കെ കണ്ട് ഭഗവാന്റെ എഴുന്നള്ളത്തും ആ നാമജപോച്ചാരണവും ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ഈവനിങ് ഗുരുവായൂർ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ആ സംഭവിക്കുന്ന കാര്യങ്ങള്. ആ ഈവനിങ് അവിടെ നടക്കുന്ന ഫുൾ പൂജകൾ അവിടെ ഇരുന്ന് കണ്ടു. ആക്ച്വലി എനിക്ക് കാല് തീരെ വയ്യായിരുന്നു. കൈയുടെ വേദന, അതിന്റെ ആ ഷോൾഡറിൽ ബാഗ് ഇട്ടേക്കുന്നതിന്റെ ഷോൾഡർ പെയിൻ ഭയങ്കര കൂടുതലായിരുന്നു. കാരണം നമ്മൾ ഇത്രയും തൂക്കിയിട്ടിട്ട് റെസ്റ്റ് ഇല്ലാതെ നടക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകള്. പോരാത്തതിന് എനിക്ക് കാലിനൊരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഈ കാലിന്റെ ഇഷ്യൂ കാരണം എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് ഈ ഇഷ്യൂസ് എല്ലാം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ നമുക്ക് ശരിക്കും നമ്മൾ മാഞ്ഞേ പോയി. പിന്നെ എനിക്കുണ്ടായൊരു വലിയ വിഷമം എന്ന് പറഞ്ഞാല് ഗുരുവായൂരപ്പനെ നമ്മുടെ 2 കൈകളും ചേർത്ത് വെച്ച് ഭഗവാനെ ഒന്ന് തൊഴാൻ എനിക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഒരു കൈ നമ്മൾ ബാഗിൽ തൂക്കിയിട്ടേക്കാണ്. ഭഗവാനെ 2 കൈകൾ ഉയർത്തി തൊഴുത് നമുക്ക് പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷെ മേ ബി ഇങ്ങനെ ഇത്രയും കാലം നമ്മൾ ആഗ്രഹിച്ചിട്ട് ഇങ്ങനെയായിരിക്കും ഭഗവാന്റെ മുമ്പിൽ നമ്മൾ എത്തേണ്ടത് എന്നായിരിക്കും അതിനുള്ളിലെ ഒരു കാര്യം. അപ്പൊ ഞങ്ങൾക്കുണ്ടായ അനുഭവം ഗുരുവായൂർ അപ്പനിൽ നിന്ന്, ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങൾക്കുണ്ടായ അനുഭവം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെയുള്ള പല അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടാകുമ്പോഴാണ് അതില് ഞങ്ങളുടെ ലൈഫിലെ എക്സൈറ്റ്മെന്റ് കൂടുന്നത്. പിന്നെ ഇപ്പം അതിനുശേഷം ഞങ്ങളിപ്പം 1 വർഷമായി ഗുരുവായൂർ പോയിട്ട്. ഞങ്ങൾക്ക് ആ ഒരു വട്ടം, ഞാൻ എൻ്റെ ലൈഫിൽ ഒരു വട്ടമേ പോയിട്ടുള്ളൂ. ആ ഒരു വട്ടമാണ് ഇത് സംഭവിച്ചത്. വീണ്ടും ഞങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുമ്പോഴൊക്കെ പല തടസ്സങ്ങൾ കാരണം അത് വീണ്ടും നടക്കാതിരിക്കുകയാണ്. ഇനിയും ഞങ്ങൾക്ക് പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഗുരുവായൂരപ്പൻ സഹായിക്കുകയാണെങ്കിൽ ഈ വർഷം തന്നെ വീണ്ടും ഭഗവാനെ ദർശിക്കണമെന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. ദൈവം സഹായിച്ചാൽ, ഗുരുവായൂരപ്പൻ വിളിച്ചാൽ ഉറപ്പായിട്ടും ഈ വർഷവും പോകണം. ഞങ്ങളുടെ അനുഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഗുരുവായൂരപ്പന്റെ വിശേഷങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം നമോ നാരായണായ.